तर्कों से होता है, नारेबाजी से, बैनर से विरोध नहीं होता। विरोध शब्दों तर्कों से होता है, असहमति मुद्दों पर होती है। वैचारिक मतभेद हैं, वैचारिक मतभेद बोलना चाहिए, ये सदन वैचारिक मतभेदों के लिए बोलने के लिए, लेकिन ये तरीका ठीक है क्या? नो। अगर आप यही तरीका अपनाना चाहते हैं तो अपनाएं। मेरा एज अध्यक्ष के नाते आपसे आग्रह रहता है, सदन से आग्रह रहता है कि सत्ता पक्ष हो चाहे प्रतिपक्ष हो, सदन की मर्यादाओं परंपराओं को बना के रखें। ये सभागृह आपका है, आप इस सभागृह का जितना अपमान करेंगे देश आपको देखेगा, और आप इस सभागृह की प्रतिष्ठा को गिराने का कृत्य कर रहे हैं। इस व्यवस्था के अंदर सदन चलाना उचित नहीं है। मैं सदन की कार्रवाई आज 2 बजे तक के लिए स्थगित करता हूं। പിരിഞ്ഞിരിക്കുകയാണ്. കനത്ത ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷേ അത് പ്രതിപക്ഷം ആ സമയത്തും ബഹളം വയ്ക്കുകയായിരുന്നു. ക്ഷീരകർഷകരുടെയും കർഷകരുടെയും ഒക്കെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ കരാർ എന്നതാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്ന, ഒപ്പം തന്നെ രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്ന് പീയൂഷ് ഗോയൽ സഭയിൽ വ്യക്തമാക്കി. പക്ഷേ അത് ബഹളത്തിൽ മുങ്ങുകയായിരുന്നു. നരവനയുടെ വരാൻ പോകുന്ന ഓർമ്മക്കുറിപ്പിലെ പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വീണ്ടും പ്രതിഷേധമുയർത്തുകയാണ്. സ്പീക്കർ പലതവണ ഇടപെട്ടിട്ടും പ്രതിപക്ഷം അടങ്ങാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അവസാനം സഭ പിരിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. പീയൂഷ് ഗോയലിന്റെ പ്രസ്താവനയിലേക്ക്. പി ബസന്ത് വിവരങ്ങൾ വേണ്ട. ബസന്ത്, വീണ്ടും സഭ പിരിഞ്ഞിരിക്കുന്നു. എന്താണ് പീയൂഷ് ഗോയൽ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്? പ്രതിപക്ഷം അത് കേൾക്കാൻ ഒട്ടും സന്നദ്ധരായില്ലേ? വലിയ ബഹളമാണ് സഭയിലുണ്ടായത്. ഇന്ന് പ്രതിപക്ഷം ബാനറുകൾ ഉയർത്തിയാണ് ഇന്നിപ്പോൾ സഭയിൽ പ്രതിഷേധിക്കുന്ന നടുത്തളത്തിലേക്ക് ഇറങ്ങി. പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും മുൻ കരസേന മേധാവി എം നരവനെയുടെയും ചിത്രങ്ങൾ പതിച്ച ഏകദേശം 4 മീറ്റർ നീളമുള്ള ബാനറുകളാണ് ഇന്ന് പ്രതിപക്ഷം നടുത്തളത്തിൽ ഉയർത്തിയത്. ഈ വൻ ബഹളത്തിനിടയിലാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രസ്താവന സഭയിൽ നടത്തിയത്. കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കാർഷിക മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങളാണ് വ്യാപാര കരാർ ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഈ കരാറിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വാണിജ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ വാണിജ്യമന്ത്രിയുടെ പ്രസ്താവന പൂർണ്ണമായും ബഹളത്തിൽ മുങ്ങുകയായിരുന്നു. പ്രതിപക്ഷം ഉയർത്തിയ അതിരൂക്ഷമായ പ്രതിഷേധമാണ് ഇപ്പോൾ സഭയിൽ അരങ്ങേറിയത്. അതായത് ബാനറുകൾ ഉയർത്തി, നരവനയുടെ വിഷയത്തിൽ ബാനറുകൾ ഉയർത്തുമ്പോൾ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും നരേന്ദ്രമോദി പൂർണ്ണമായും ട്രംപിന് കീഴടങ്ങി എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ഉയർത്തിയാണ് പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷത്തെ നേരിട്ടത്. പ്രതിരോധ മന്ത്രി മാത്രമാണ് ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി ഇടയ്ക്ക് സംസാരിക്കാൻ എണീറ്റെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല. ജനാധിപത്യ ലംഘനമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നായിരുന്നു സ്പീക്കറുടെ പ്രധാന ആരോപണം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, വർഷങ്ങളോളം അധികാരത്തിലിരുന്നവരാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് സ്പീക്കറുടെ ആരോപണമായി വന്നിരിക്കുന്നത്. വർഷങ്ങളായി ഭരണത്തിലിരുന്നവർ മറുഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് മര്യാദക്കേട് എന്നുള്ളതാണ് സ്പീക്കറുടെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം എം നരവനയുടെ 4 Stars of Destiny എന്നുള്ള പുസ്തകത്തിന്റെ പതിപ്പ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ഇന്നലെ വരെ കാരവാൻ വാരികയായിരുന്നു അദ്ദേഹം ഉയർത്തിക്കാട്ടിയതെങ്കിൽ ഇന്ന് പ്രിന്റ് ചെയ്ത, പെൻഗ്വിൻ പബ്ലിഷ് ചെയ്ത ആ പുസ്തകം തന്നെ അദ്ദേഹം ഇന്ന് സഭയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. അത് ഉയർത്തി കാണിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം. അതിനിടയിലാണ് അദ്ദേഹം വാണിജ്യമന്ത്രിയെ ചർച്ചയ്ക്കായി ക്ഷണിച്ചതും. ഇതിനു മുമ്പ് പ്രസ്താവന നടത്താൻ ക്ഷണിച്ചത്. ഇതിനു മുമ്പ് സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ മന്ത്രിയും തമ്മിൽ ഒരു വാക്പോരുമുണ്ടായിരുന്നു. റെയിൽവേ സഹമന്ത്രിയായ രവ്നീത് സിംഗ് ബിട്ടു നടന്നു വരവെ അവിടെ ധർണ ഇരുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുമായി വാക്പോരിൽ ഏർപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം സംസാരിച്ചു. രാഹുൽ ഗാന്ധി ഒടുവിൽ താങ്കൾ ഒരു ചതിയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ നേരിട്ടത്. നിങ്ങൾ യുദ്ധം ജയിച്ചിട്ട് വരുന്ന വരവാണോ എന്നുള്ളതായിരുന്നു രവ്നീത് സിംഗ് ബിട്ടുവിന്റെ പ്രകോപനപരമായ ആ പരാമർശം. ഏതായാലും
ഈ വിഷയം എം നരവനയുടെ വിഷയം അതോടൊപ്പം തന്നെ വ്യാപാര കരാറും വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷം കളമൊരുക്കുന്നത്. സഭ ഇപ്പോൾ 2 മണിവരെ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മര്യാദ തെറ്റുള്ള പ്രവർത്തനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള സ്പീക്കർ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് സഭയിലുള്ളത്. ശരി, എന്തായാലും സഭ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ ബസന്ത് സൂചിപ്പിച്ച്, അതായത് രാഹുൽ ഗാന്ധിയുമായി ചെറിയൊരു തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റെയിൽ സഹമന്ത്രി ബിട്ടു ആണ് ഇവർ പുറത്ത് പ്രതിഷേധിക്കുമ്പോൾ സംസാരിച്ച് ഒരു ചെറിയ തർക്കത്തിലേക്ക് പോയത്. ആ ദൃശ്യങ്ങളാണ്. മകര കവാടത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളുമായിട്ടാണ് റെയിൽ സഹമന്ത്രിയായ ബിട്ടു ചെറിയൊരു തർക്കത്തിലേക്ക് വന്നത്. പിന്നീട് മറ്റ് എംപിമാർ കൂടി ഇടപെട്ട് കൂടുതൽ വഷളാകാതെ കാര്യങ്ങൾ സമവായത്തിലേക്ക് എത്തിച്ചു.